ദൈവത്തിന് നിൽക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ശിക്ഷ വലുതായിരിക്കും. അയാൾക്ക് മോനെ കണ്ടിട്ട് എന്തോ അത്യാവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്? കാണാൻ അനുവദിക്കാമായിരുന്നു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവിടെ സഹായത്തിന് നിൽക്കുന്നു എന്ന് കരുതി ഞങ്ങളുടെ വീട്ടുകാര്യങ്ങളിൽ തലയിടാനും അഭിപ്രായം പറയാനും വരണ്ട കേട്ടോ. അവനവന്റെ കാര്യങ്ങൾ നോക്കി നിന്നോണം. വനജ ഈ പറഞ്ഞത് ശരിയാ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. ഇവിടെ ആരെയൊക്കെ കാണണമെന്നും മിണ്ടണമെന്നും തീരുമാനിക്കുന്നതേ ഞങ്ങളാ. അതിനിടയിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും പറയണ്ട. അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. അല്ല, അയാളും കൃഷ്ണൻ തമ്മിൽ കണ്ട കുഴപ്പമാവെന്ന് ഓർത്തിട്ടാണോ അവനെ നിങ്ങൾ മയക്കി കിടത്തിയത്? നമ്മുടെ കൃഷ്ണമോന് ഈ വന്നവനോട് പറയാനുണ്ടായിരുന്നത് ദേവൂട്ടിയുടെ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അവര് തമ്മിൽ ആ കാര്യം സംസാരിച്ചാൽ അത് ചിലപ്പോ നമുക്ക് പാരയായി വരാൻ സാധ്യതയുണ്ട്. ദേവൂട്ടിയുടെ കാര്യം സംസാരിക്കുന്നത് നമുക്കെങ്ങനെ പാരയായി വരും? അതൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് അവൻ നാട്ടിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞേ. അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. ദേവൂട്ടിയുടെയും ജഗന്റെയും കല്യാണം നടക്കും. നാളെ അവര് തമ്മിലുള്ള മഞ്ഞൾ കല്യാണമാണ്. അതും കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ നമുക്ക് പിന്നെ കൃഷ്ണന്റെ കാര്യത്തിൽ പേടിക്കേ വേണ്ട. അതൊന്ന് കഴിഞ്ഞ് കിട്ടുന്നതുവരെ ഇതുപോലുള്ള ചില പൊടിക്കൈകളൊക്കെ ഞാൻ ചെയ്തെന്നിരിക്കും. നീ അതൊന്നും വേണ്ടെന്ന് പറയരുത്. അവര് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ മോളെ. ക്ഷേത്രത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ? എന്ത് പ്രശ്നം? അവരുടെ കയ്യിൽ നിന്ന് കല്യാണ ഗിഫ്റ്റൊക്കെ വാങ്ങി നന്ദി പ്രകാശിപ്പിച്ച് നിൽക്കുമായിരിക്കും തറവാട്ടമ്മയും മോളും. താമസിച്ചേ കാര്യം കഴിഞ്ഞ് അപ്പോഴേ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു വിട്ടതല്ലേ ഞാൻ. അവര് വന്നോ? മോതിരം തന്നോ? അതിന് ഞങ്ങൾ ക്ഷേത്രത്തിലേക്കല്ല പോയത്, അവര് താമസിക്കുന്നിടത്തേക്ക്. വാ മോളെ. അതെ, ഒന്ന് നിന്നേ. നിങ്ങൾ എന്തിനാ ഇവളെ അവിടെ കൊണ്ടുപോയേ? അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ സമയത്ത് അവിടെ പോയി മോതിരം വാങ്ങുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കാര്യം നടക്കുകയും ചെയ്തു. സന്ദീപിന്റെ അമ്മ നിനക്കെന്താ സമ്മാനായിട്ട് തന്നേ? കനപ്പെട്ട എന്തെങ്കിലും ആണോ മോളെ? അവര് നിനക്ക് സമ്മാനമൊന്നും തന്നില്ലെന്നോ? മകളാൻ പറയില്ലേ ദേവൂട്ടി? അവള് പറഞ്ഞത് കള്ളമല്ല. ആ സ്ത്രീ ഇവൾക്ക് സമ്മാനം ഒന്നും കൊടുത്തില്ല. ഷേടാ, ഇത്രയും വാക്കിന് വിലയില്ലാത്തവരാണോ അവര്? വലിയ തറവാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് അപ്പോ പോകുന്ന പോക്കിലും അവരെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണല്ലേ. ഇത്രയും നെറികെട്ടവരായി പോയല്ലോ അവര്. അമ്മ എന്തിനാ വെറുതെ അവരെ പഴിക്കുന്നേ? ദേവൂട്ടിക്ക് എല്ലാത്തിലും വിലപ്പെട്ടത് ആ മോതിരമല്ലേ? അതായിരിക്കും അവരുദ്ദേശിച്ച സമ്മാനം. ഓ, എന്തൊരു മഹാമനസ്കത! ഇവളുടെ മോതിരം ഇവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് തിരിച്ചു കൊടുക്കുന്നതിനാണോ സമ്മാനം എന്ന് പറയുന്നത്? അവരെന്തായാലും നല്ല സാമർത്ഥ്യക്കാരി തന്നെയാ. അവര് സമ്മാനം ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താ? അത് കഴിഞ്ഞ് വിദ്യാമ്മയെ കണ്ടപ്പോ
ഇവൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം വിദ്യാമ്മ നൽകിയല്ലോ. അത് മതി ഇവൾക്ക്. വിദ്യാമ്മ നിനക്ക് സമ്മാനം തന്നോ? എന്താ അവര് തന്നത്? ആഭരണാണോ അതോ കാശോ? രണ്ടുമല്ല. ഇന്ദുമതി, നീ ഇവളുടെ മുഖത്ത് തെളിഞ്ഞ സന്തോഷവും സമാധാനവും കണ്ടില്ലേ? അത് തന്നെയാ വിദ്യാമ്മ ഇവൾക്ക് നൽകിയ വിലപ്പെട്ട സമ്മാനം. നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ മോളെ വിദ്യാമ്മ തന്നെ? ഓ, ഗഗനെ പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയതിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ നിനക്ക് ഉണ്ടായിരുന്നല്ലോ. ഇനി അവരെന്താ അത് പ്രത്യേകമായി തരാൻ? മോഹിച്ച ആളെ ഭർത്താവായി കിട്ടുന്നത് ഒരു പെണ്ണിന്റെ ഭാഗ്യം തന്നെയല്ലേ? അതിന്റെ സന്തോഷ ദേവൂട്ടിക്ക് അല്ലേ മോളെ? അല്ല, നിന്റെ പേരില് ഗഗനിട്ട മോതിരം എവിടെ? അത് കൊണ്ടുപോയി കളഞ്ഞോ? ആ മോതിരം എന്റെ കയ്യിലുണ്ട്. അതെന്തിനാ തറവാട്ട മൂരി വാങ്ങി വെച്ചിരിക്കുന്നേ? നാളെ മഞ്ഞൾ കല്യാണത്തിന് പോകുമ്പോ മോതിരം എവിടെയാണെന്ന് അവരന്വേഷിക്കില്ലേ? ആ സമയാവട്ടെ, അപ്പൊ അത് അണിയിച്ചാ മതി. ഇവരിവളെയും കൊണ്ടുപോയി ഇനി എന്തൊക്കെ മറിമായി ഒപ്പിച്ചു വെച്ചോ എന്തോ. രണ്ടുപേരും ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ. എന്തോ അനിഷ്ടമുണ്ട്. ഇനി നിനക്കെഴുന്നേൽക്കാം.